ഹലോ വെൽക്കം ടു റോസസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ നാട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും, പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും തയ്യാറാക്കാറില്ല. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇതേപോലെ റോസ്റ്റ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കക്ക ഇറച്ചി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ കക്ക ഇറച്ചിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും. കണ്ടില്ല, വെള്ളം കണ്ടില്ല. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. ഇങ്ങനെയാണിത് വേവിച്ചെടുക്കേണ്ടത്. ഇത് ക്ലീൻ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് പോയി കാണണം. അതേപോലെ വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും കക്ക ഇറച്ചി ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ച് നേരം നമ്മൾ കുക്കായപ്പോഴത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വേവിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്കൊരു കടായിയോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നത്. പിന്നെ അതുപോലെ 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾക്ക് കക്ക ഇറച്ചി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് കൂടുതൽ എണ്ണ വേണ്ടി വരും കേട്ടോ. പിന്നെ 2 സവോള, മീഡിയം സൈസ് സവോള ഞാൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്താണ്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പൊടിയായിട്ട് അരിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ചെറുതീയിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ കക്ക ഇറച്ചിക്ക് അല്പം എണ്ണ കൂടുതൽ വേണം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ നന്നായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ നിറച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പെരുംജീരകവും കുരുമുളകും മാത്രം ചേർത്താൽ മതി. കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർക്കണം എന്നേ ഉള്ളൂ. ഒരു 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മുളക് പൊടി ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റെഡിഷ് കളർ കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മറ്റൊരു നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കക്ക ഇറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കക്ക ഇറച്ചി നന്നായിട്ട് പൊട്ടും കേട്ടോ. പൊട്ടുന്ന ആ ഒരു സൗണ്ട് കേൾക്കും. ആ ഒരു പൊട്ടലൊക്കെ തീർന്ന് കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊന്ന് കുക്കായി വരുന്നത്. നല്ല ഫ്രൈ ആയിട്ട് വരും. അതായത് ഈ കാണുന്ന ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, കാണുന്ന ക്വാണ്ടിറ്റിയേ ഇല്ല. നല്ല കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഉലർത്തി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ വീട്ടിലേക്ക് തേങ്ങ ചേർത്തിട്ടാണ് ഞങ്ങൾ എടുക്കാറ്. ഇതിപ്പോൾ നമ്മൾ ഷാപ്പിലെ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തേങ്ങയൊന്നും ചേർക്കാറൊന്നുമില്ല. പക്ഷേ തേങ്ങ ചേർത്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർക്കാവുന്നതാണ്. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താലും മതിയാവും, എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മസാല ചേർത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് മൂടി വെച്ച് കുക്ക് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം തേങ്ങ ചേർത്തതിന് ശേഷം മാത്രം 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ കണ്ടില്ലേ എന്താ ഒരു ഭംഗിയല്ലേ കക്കയിറച്ചി കാണാൻ, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് വെറുതെ കഴിക്കാൻ നല്ല രുചിയാണ്. ഞാൻ വെറുതെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രുചിയാണ്. പിന്നെ ചോറിൻ്റെ കൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.